നമസ്കാരം, എല്ലാവർക്കും ക്രിസ്റ്റ ഫാമിലിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗാർഡനിലെ ചെടികളെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. ചെടികളെല്ലാം മിക്സ്ഡ് ആയിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ ഓരോ ഇനത്തിൽപ്പെട്ട ചെടികൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അഗ്ലോണിമയും കലാത്തിയയും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് തിരിച്ചിരിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഡെയിലി വെള്ളം വേണ്ട ചെടികളും അതുപോലെ 2 ദിവസത്തിലൊരിക്കൽ വേണ്ടത്, അത് സൂര്യപ്രകാശം നന്നായിട്ട് വേണ്ടത്, ഷെയ്ഡ് വേണ്ടത്, അങ്ങനെയൊക്കെ തിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് നോക്കാൻ എളുപ്പമാണെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ തട്ടൊക്കെ അടിച്ചിട്ട് ഷെൽഫൊക്കെ ആയിട്ട് ചെടികൾ വെക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ ചെടികളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഗ്ലോണിമയുടെ ഒരു സെക്ഷനായിട്ടാണ് ആദ്യം വെച്ചിരിക്കുന്നത്. ഇത് അഗ്ലോണിമയുടെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അഗ്ലോണിമ ഗോസ്റ്റ്, പിങ്ക് വെറൈറ്റീസ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട അഗ്ലോണിമാസ് എല്ലാം എടുത്ത് ആദ്യം വെച്ചു. അതിൻ്റെ താഴെയും കുറച്ച് അഗ്ലോണിമയുണ്ട്, ഗ്രീൻ വെറൈറ്റിയിലുള്ളത്. അതിനുശേഷം ഇങ്ങേ വശത്തോട്ട് നമ്മൾ കലാത്തിയ എല്ലാം വെച്ചിട്ടുണ്ട്. പല ഭംഗിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട കലാത്തിയകളാണ് ഈ സൈഡിലെല്ലാം ഇരിക്കുന്നത്. അത് താഴെയും കുറച്ച് കലാത്തിയകളുണ്ട്. ഇതും കലാത്തിയയുടെ വിഭാഗത്തിൽപ്പെട്ട ചെടികളൊക്കെ തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ കേർലി പിങ്കിൻ്റെ ചെടി, അതിൻ്റെ ഹൈബ്രിഡൊക്കെ ഉണ്ട്, വേരിഗേറ്റ. അതിനുശേഷം സാസവേറിയയുടെ കുറച്ച് ചെടികളുണ്ട്, സെല്ലമുണ്ട്, റെസിന ഗോൾഡൻ മിൽക്കി പ്ലാന്റ് ഉണ്ട്. ഇനി മുകളിലെ ഷെൽഫിലായിട്ട് ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ വാട്ടർമെലൺ നിൽക്കുന്നു. പിന്നെ കലാത്തിയുടെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ ആറ്റെന്ന് പറഞ്ഞ ഒരു മണി പ്ലാന്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ടാണ്. അതിൻ്റെ കുറേ ചെടികൾ തന്നെയാണ് താഴെ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് ഫിറ്റോണിയയുടെ പല വെറൈറ്റീസാണ്, പല കളേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് നമ്മുടെ CC പ്ലാന്റ് ആണ്. അതിനകത്ത് ബ്ലാക്ക് CC പ്ലാന്റ് ഉണ്ട്, കുറച്ച് ഡിസൈൻസൊക്കെ ഉള്ളതാണ്. അതുപോലെ വേരിഗേറ്റ ആയിട്ടുള്ളതുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസാണ്. അതിൻ്റെ മുകളിൽ വരുന്നത് പെഡിലാൻഡസ് കേർലി പിങ്ക് എന്ന ചെടിയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത് നമ്മുടെ സ്റ്റാറിൻ്റെ ചെടികളാണ്. അങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതിനിടയിൽ കൂടെ പോയിരിക്കുന്നത് ഒരു പാവലാണ്. ഇത് നമ്മൾ വളമായിട്ട് ചേർക്കുന്നത് കിച്ചണിലെ വേസ്റ്റ് 2 ദിവസം കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇടുന്നതിനകത്തുനിന്ന് ഉണ്ടായിരുന്ന ഒരു പാവലിൻ്റെ കുരു കിളിർത്ത് ഇതിനിടയിലൂടെ കയറിപ്പോയതാണ്. ഇത് വാൾ ഗാർഡനിങ് ആയിട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഗേറ്റ് എടുത്ത് വെച്ച് ചെയ്തതാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ആയിട്ടുള്ള ഡാൻസിങ് ഗേളിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ അതിൻ്റെ കുറേ തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. റിബൺ ഗ്രാസ് ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. പെന്നിവേർട്ടാണ് സൈഡിലിരിക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ സെറാമിക് പോട്ട് ഞാൻ വെയിൽ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഭംഗി മാത്രമല്ല, നമുക്കത് സംരക്ഷിക്കാനും എളുപ്പമുണ്ട്. വേറെ കുറച്ച് ചെടി സിമെൻറ്റിൻ്റെ പോട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഓർക്കിഡ്സ് എല്ലാം കൂടെ തൂണിൻ്റെ ചുറ്റുമായിട്ട് വെച്ചു. അതിനൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് മണി പ്ലാന്റും റോസും അതുപോലെ പെന്നിവേർട്ടൊക്കെ ഉണ്ട്. റോയോ പ്ലാന്റ് ഉണ്ട്, സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി ഉണ്ട്, അരേക്കപ്പാമുണ്ട്. എല്ലാ ചെടിയും കൂടി ഒന്ന് അടുക്കി ഇവിടെയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാണുന്ന ബിഗോണിയാണ്. പിന്നെ ടട്ടിൽ വൈൻ ഉണ്ട്. വേറെ കുറച്ച് ഹാങ്ങിങ്ങുകളും ഉണ്ട്. അതെല്ലാം ഒരു സൈഡിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ മണി പ്ലാന്റും ഫിറ്റോണിയായും ഒക്കെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഗാർഡൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.